ഇടതുപക്ഷ സർക്കാർ ഈ നാടിനോട് കാണിക്കുന്ന ചുറ്റമ്പ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമരജാഥ അടുത്ത മാസം 1 ജില്ലയിൽ പ്രവേശിക്കുന്നതെന്ന് എം.പി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. സമ്പൂർണ്ണമായ നിശ്ചലാവസ്ഥയിലാണ് ഇടുക്കി ജില്ല ഇപ്പോൾ കഴിഞ്ഞുകൂടുന്നത്. ആളുകൾക്ക് മേൽ കൂച്ചുവിലങ്ങിടുന്ന ഒരു രീതിയാണ് ഇടതു സർക്കാർ ഇവിടെ അനുവർത്തിച്ചിരിക്കുന്നത്. മലയോര മേഖലയിൽ ഈ സർക്കാരിനെതിരെ പ്രതിഷേധത്തിന്റെ വലിയ കൊടുങ്കാറ്റായി മലയോര സമരജാഥ മാറുമെന്നും എം.പി. അടിമാലിയിൽ വ്യക്തമാക്കി. മലയോര സമരജാഥ 1-ാം തീയതി ഇടുക്കി ജില്ലയിൽ എത്തിച്ചേരുകയാണ്. ആദ്യത്തെ പോയിന്റ് അടിമാലിയാണ്. നമ്മുടെ ജില്ലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ഭൂപ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ഇടത് സർക്കാർ അടിച്ചേൽപ്പിച്ചിട്ടുള്ള കർഷക വിരുദ്ധ നയങ്ങളും വന്യജീവി ശല്യം ഉൾപ്പെടെയുള്ള പരിഹരിക്കപ്പെടാതെ ഇനിയും ജനങ്ങളുടെ ജീവൻ കവർന്നെടുക്കുന്നതായിട്ടുള്ള ആ ഒരു പ്രതിസന്ധിയുമൊക്കെ വെച്ചുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ് ഈ നാടിനോട് കാണിക്കുന്ന ചിറ്റമ്മ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മലയോര സമരജാഥ സംസ്ഥാനത്തുടനീളം നടക്കുന്നത്. അതിൽ ഇടുക്കി ജില്ലയുടെ പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലായി ഉയർത്തിക്കാണിക്കുന്നു. പ്രത്യേകിച്ചും ഇവിടെ കെട്ടിട നിർമ്മാണ നിരോധന നിയമം അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. 64 റൂൾ അനുസരിച്ച് പട്ടയ നടപടികൾ ഈ ഗവൺമെൻറ് അതിൻ്റെ അലംഭാവം കാരണം മരവിപ്പിക്കപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ CHRുമായി ബന്ധപ്പെട്ട് ആ പ്രദേശങ്ങളെല്ലാം വനഭൂമിയാണ് എന്നുള്ള നിലപാട് സ്വീകരിക്കുക വഴിയായി കപട പരിസ്ഥിതി സംഘടനയോടൊപ്പം ചേർന്നുകൊണ്ട് ഒളിച്ചുകളി നടത്തിയ സർക്കാരിൻ്റെ ആ ഒരു തെറ്റായ ഇടപെടലാണ് സുപ്രീം കോടതിയിൽ നിന്നും CHR കേസിൽ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പേരിൽ 93 റൂൾ അനുസരിച്ചുള്ള പട്ടയ നടപടികൾ മരവിപ്പിക്കപ്പെട്ടു, വികസന നടപടികൾ മരവിപ്പിക്കപ്പെട്ടു. അങ്ങനെ സമ്പൂർണ്ണമായ ഒരു നിശ്ചലാവസ്ഥയിലാണ് ഇടുക്കി ജില്ല ഇന്ന് കഴിഞ്ഞുകൂടുന്നത്. 13 പഞ്ചായത്തുകളിൽ പരിപൂർണമായ നിർമ്മാണ നിരോധനം, റെഡ് സോണും ഗ്രീൻ സോണും യെല്ലോ സോണും അതുപോലെ ഓറഞ്ച് സോണും ഒക്കെയായി തരംതിരിച്ചുകൊണ്ട് ജനങ്ങളെ പലതവണ തട്ടിലാക്കി മാറ്റി ഇടുന്ന ഒരു രീതിയാണ് ഇടത് ഗവൺമെൻറ് ഇവിടെ അനുവർത്തിച്ചത്. എല്ലാ അർത്ഥത്തിലും സമ്പൂർണ്ണമായ അനിശ്ചിതാവസ്ഥ ഇവർ സൃഷ്ടിച്ചെടുക്കുകയാണ്. ഈ കാര്യത്തിലെല്ലാം ഉത്തരവാദിയായിട്ടുള്ള ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം നാടൊട്ടുക്കും ഇന്ന് നിലനിൽക്കുകയാണ്. വന്യജീവി പ്രശ്നം മൂലം നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. എപ്പോഴാണ് എവിടെയാണ് ഒരാൾ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നതെന്ന് പേടിച്ചാണ് ഇവിടെ പകൽ സമയത്ത് പോലും നാട്ടുകാർ പുറത്തിറങ്ങി നടക്കുന്നത്. കൃഷിക്കാരും തോട്ടത്തിലുള്ള തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ പേരിൽ എത്രയോ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാ അർത്ഥത്തിലും സമ്പൂർണ്ണമായി വലിയ പ്രതിസന്ധിയെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോഴാണ് ഇവിടെ ഈ ഗവൺമെൻറ്റിനെതിരായി പ്രതിഷേധ ശബ്ദമുയർത്തിക്കൊണ്ട് ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ UDFൻ്റെ മുഴുവൻ സമുന്നതരായ നേതാക്കന്മാരുടെയും നേതൃത്വത്തിൽ ഇവിടെ പ്രക്ഷോഭ സമരയാത്ര നടക്കുന്നത്. മലയോര മേഖലയിൽ അത് വലിയ പ്രതിഷേധത്തിൻ്റെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്ന തരത്തിലേക്ക് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.